കൂടൽ വാഹനാപകടത്തിൽ ഭർത്താവിനെയും രണ്ടു മക്കളെയും നഷ്ടപ്പെട്ട സൗമ്യയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും ഭർത്തൃവീട്ടുകാർ കവർന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ബന്ധുക്കളും നാട്ടുകാരും. സന്തോഷിന്റെ മക്കളുടെ മരണാനന്തരം നിയമപരമായ ആവശ്യങ്ങൾക്കായുള്ള രേഖകൾ എടുക്കുകയായിരുന്നെന്നും മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും വസ്തുവിന്റെ രേഖകളും നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി ഫെഡറൽ ബാങ്ക് കോക്കാട് ശാഖയിലെ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുള്ളതായും ബന്ധുക്കളും പ്രദേശവാസികളും പറയുന്നു. ഗൃഹനാഥനായ പീതാംബരന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടക്കം ഐഡന്റി കാർഡ് അടക്കം കാണുന്നില്ലെന്നും ബന്ധപ്പെട്ട സമസ്യങ്ങളുള്ള ആവശ്യങ്ങൾക്കായി ഇത് വേണമെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ മരിച്ച സന്തോഷിന്റെ റൂമിൽ ഈ സാധനം സൂക്ഷിച്ചിരിക്കുകയാണെന്നും അവിടെ മരിച്ച സന്തോഷിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആരും വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അടക്കമുള്ളവരും സമുദായ സംഘടനയുടെ പ്രവർത്തകരും അടക്കം ചേർന്ന് ജനസമക്ഷത്തിൽ എല്ലാവരും സാക്ഷി നിർത്തി പീതാംബരൻ തന്നെ ആ റൂം തുറന്ന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷിൻ്റെ അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന വസ്തുവകകൾ പൊതുജനത്തെ ബോധ്യപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങളും പണവും റബ്ബർ ഷീറ്റും അടക്കമുള്ളത് ബന്ധപ്പെട്ട ജനങ്ങളെ ബോധ്യപ്പെടുത്തി ലിസ്റ്റ് എഴുതി അത് ഇവിടുത്തെ SNDP ശാഖാ സെക്രട്ടറിയുടെ പേരിൽ കോക്കാട് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ സൂക്ഷിച്ചിട്ടുള്ളതും അതിൽ കൃത്യമായ സ്ഥിതിവിവര കണക്കുകളും ഇവിടുത്തെ റബ്ബർ ഷീറ്റിൻ്റെ എണ്ണമടക്കം രേഖപ്പെടുത്തി ആണ് അന്നേ ദിവസം ചെയ്തത്. എന്നാൽ തന്നെ ഭർത്താവിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറാൻ അനുവദിക്കുന്നില്ലെന്നും ഇവർ മുറി കുത്തിത്തുറക്കുകയായിരുന്നെന്നും ബന്ധുക്കൾ വധഭീഷണി മുഴക്കിയിട്ടുള്ളതായും സൗമ്യ പറയുന്നു. അതേപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കുഴിമാടത്തിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കഴുത്ത് വെട്ടുമെന്ന് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ എന്നെ ഫോണിൽ കൂടെ വധഭീഷണി മുഴക്കിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ചും എൻ്റെ അച്ഛനോടും എല്ലാം വധഭീഷണി അവർ മുഴക്കുന്നത്. നീ നിൻ്റെ മോള് അവിടെ കയറ്റത്തില്ലെന്നുള്ള രീതിയിലുള്ള സംസാരമോ ഞങ്ങളുടെ ഒരു സാധനങ്ങൾ അവർ തിരികെ തരത്തില്ല, അങ്ങനെ രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ കവർച്ച നടന്നു എന്ന് പരാതി ഉണ്ടാകാതിരിക്കാനായി രേഖകളും 40,000-ൽ പരം രൂപയും സ്വർണവും നാട്ടുകാരെയും ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തി SNDP ശാഖാ പ്രസിഡന്റിന്റെ പേരിലാണ് ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. വിവാഹശേഷം വളരെ കുറച്ചു നാളുകൾ മാത്രമേ ഇവർ കോക്കാട് വീട്ടിൽ താമസിച്ചിരുന്നുള്ളൂ. ജോലി സംബന്ധമായി സന്തോഷ് ജോലിസ്ഥലത്തും സൗമ്യ കല്ലാറുള്ള സ്വന്തം വീട്ടിലുമായിരുന്നു താമസം. ഇരുവരും കോക്കാട് വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. കോക്കാടുള്ള സന്തോഷിന്റെ വീട്ടിലെ ഇവരുടെ കിടപ്പുമുറിയുടെ വാതിൽ തകർത്ത് സന്തോഷിന്റെ സഹോദരനും മാതാപിതാക്കളും SNDP ശാഖാ നേതാക്കളും ചേർന്ന് മുറിക്കുള്ളിലുണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റുകയായിരുന്നെന്നും കുന്നിക്കോട് പോലീസിൽ സൗമ്യ നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഓട്ടോയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് സൗമ്യയുടെ ഭർത്താവ് സന്തോഷ്, മക്കളായ 3 വയസ്സുകാരി നക്ഷത്ര, 9 മാസം മാത്രം പ്രായമുള്ള നിമിഷ, സൗമ്യയുടെ സഹോദരൻ സനൽ, ബന്ധു ശാന്തമ്മ എന്നിവർ മരണമടഞ്ഞത്. അപകടത്തിൽ പരിക്കേറ്റ സൗമ്യ ഇപ്പോഴും ചികിത്സയിലാണ്. ലൈവ് വാർത്ത, പുനലൂർ.